തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPIM നേതൃത്വത്തെ വിമർശിച്ച നേതാക്കൾക്ക് കത്ത് പ്രവാഹം. തോൽവിക്ക് കാരണമായ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ഇമെയിലായാണ് കത്തുകൾ ലഭിക്കുന്നത്. തോൽവിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കത്തെഴുതി അറിയിക്കണം എന്ന പി ജയരാജന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് ഈ കത്തെഴുത്ത്. അതേസമയം കനത്ത തോൽവി വിലയിരുത്താൻ CPI നേതൃയോഗങ്ങൾ ഇന്ന് ചേരുകയാണ്. ഫലം വിലയിരുത്താൻ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും എക്സിക്യൂട്ടീവ് ഉച്ചയ്ക്കും ചേരും. ആർ ശ്രീജിത്ത് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, 24-ന്റെ ഒരു ബിഗ് ബ്രേക്കിംഗ് ആണ്. ഒരു കത്തെഴുത്ത് മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കത്തുകളെല്ലാം കൂടെ വന്നു കഴിയുമ്പോൾ കത്തെന്ത് ചെയ്യുമെന്ന് ചോദ്യമുണ്ട്. പക്ഷേ കത്തിലെ ഉള്ളടക്കം അതേറെ പ്രധാനമാണ്. ക്രിസ്റ്റ്യന, CPIMന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു തോൽവിക്കാണ് ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. കനത്ത ഈ തോൽവിക്ക് കാരണമായി പാർട്ടിയുടെ അണികളും സാധാരണ പ്രവർത്തകരും പലതരത്തിലുള്ള കാരണങ്ങൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തും ഫലം വന്നപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോഴുമൊക്കെ അത്തരത്തിലുള്ള കാര്യങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. എന്നാൽ തിരുത്തൽ നടപടികൾ സ്വീകരിക്കുമെന്നുള്ള ഒരു പൊതുപ്രഖ്യാപനമല്ലാതെ ഒരു തരത്തിലുള്ള തിരുത്തലുകളും നടത്താതെ എന്തൊക്കെ കാര്യങ്ങളാണോ പിഴവുകളായി ചൂണ്ടിക്കാണിച്ചത് അതൊക്കെ വർദ്ധിത വീര്യത്തോടെ എടുത്തണിഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാഴ്ചയാണ് കണ്ടത്. പാർട്ടിയുടെ നയങ്ങളും നിലപാടുകളും അടക്കം വിസ്മരിച്ചുകൊണ്ട് ഉള്ള ഇടപെടലുകൾ നടന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിയുടെ താഴെത്തട്ടുകൾ വലിയ വിമർശനമാണുള്ളത്. അത്തരം വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലും മറ്റും വരുന്ന ഘട്ടത്തിലാണ് പി ജയരാജൻ ഇന്നലെ ഇട്ട FB പോസ്റ്റിൽ സോഷ്യൽ മീഡിയയിലല്ല മറിച്ച് പാർട്ടി നേതൃത്വത്തിൽ നിങ്ങൾ കത്തെഴുതണമെന്നുള്ള ഒരു ആഹ്വാനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നടത്തിയത്. ഇത്തരം കത്തുകളെ അവഗണിക്കുന്ന പാർട്ടിയല്ല, ഗൗരവത്തോടെ കാണുന്ന പാർട്ടിയാണ് CPIM എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കണ്ണൂർ അടക്കമുള്ള ജില്ലകളിൽ നിന്ന് പാർട്ടി നേതൃത്വത്തിന് വ്യാപകമായി കത്തയക്കുന്നത്. ഇമെയിൽ മുഖേനയാണ് കത്തുകൾ ലഭിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ വിഭാഗീയത കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള കത്തുകൾ പാർട്ടിയുടെ ദേശീയ നേതൃത്വത്തിനും മറ്റു നേതാക്കൾക്കൊക്കെ നിരന്തരം അയക്കുന്ന രീതി ഉണ്ടായിരുന്നു. ഫാക്സ് അയക്കുന്ന രീതികളും മറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു തനിയാവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ഫലം അവലോകനം ചെയ്യാൻ പോകുന്ന CPIMന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് മുന്നോടിയായി പാർട്ടിക്കകത്ത് വലിയ തോതിലുള്ള മുറുമുറുപ്പുകൾ, വിമർശനങ്ങൾ, ഉരുണ്ടകൂടലുകളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ തെളിവാണ് ഇപ്പോഴത്തെ കത്ത്. എന്തായാലും ഇന്ന് തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പ്രാഥമിക അവലോകനത്തിനായി CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുവനന്തപുരത്ത് ചേരുകയാണ്. കനത്ത പരാജയം 102 സീറ്റുകളിലാണ് UDF ജയിച്ചിരിക്കുന്നത്. 3 സീറ്റ് BJPക്ക് ലഭിച്ചു. അങ്ങനെ 35 സീറ്റിലേക്ക് ചുരുങ്ങിയിരിക്കുന്ന LDFന്റെ സ്ഥിതി എന്താണെന്ന കാര്യത്തിലുള്ള അവലോകനം നടക്കും. മാത്രമല്ല പരാജയ കാരണങ്ങൾ സംബന്ധിച്ച പ്രാഥമിക പരിശോധന നടക്കും. അപ്പോഴും യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിച്ചേരാൻ പാർട്ടി നേതൃത്വം തയ്യാറാകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. തിരുത്തൽ എന്നുള്ള പതിവ് പ്രഖ്യാപനം ഇത്തവണയും ഉണ്ടാകുമോ എന്ന ചോദ്യവും പാർട്ടി നേതൃത്വത്തിൽ നിന്നൊക്കെ ഉയരുന്നുണ്ട്. എന്തായാലും ഈ CPIയുടെ നേതൃയോഗവും ഇന്ന് ചേർന്നു. CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് രാവിലെയും ഉച്ചയ്ക്ക് ശേഷം എക്സിക്യൂട്ടീവുമാണ്. CPIയിലും വളരെ രൂക്ഷമായ വിമർശനങ്ങൾക്ക് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ ഫ്ലക്സ് വെച്ച് സംസ്ഥാനമെമ്പാകെ നടത്തിയ പ്രചരണം, അതിലൊക്കെ CPI നേതാക്കൾ ഇപ്പോൾ തന്നെ എതിർപ്പും വിമർശനവും പ്രകടിപ്പിക്കുന്നുണ്ട്. ശ്രീജിത്ത് നേരത്തെ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പോൾ തിരിച്ചു പറയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഒരു വെരി ഗുഡ് മോർണിംഗ് ശ്രീജിത്തിന്. ശുഭദിനം നേരുന്നു. നല്ല സുന്ദരമായ തിരക്ക് പിടിച്ച രാഷ്ട്രീയ ചർച്ചകളൊക്കെ നടക്കുന്ന തിരുവനന്തപുരത്ത് ഒരു നല്ല ദിവസം ശ്രീജിത്തിന് നേരുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി, ശ്രീജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ ഈ തോൽവിയുടെ, ഈ പരാജയത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിൽ ഇപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ആഴത്തിലുള്ള പരിശോധനയും വിലയിരുത്തലിനുമൊക്കെ പാർട്ടി തയ്യാറാകുമോ എന്നതാണ്. കാരണം 2001 ഇതിനു മുൻപ് CPIMന് ഇത്ര വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇതിലെ യഥാർത്ഥ പരാജയ കാരണങ്ങൾ വിലയിരുത്തി ഇഴകീറി പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ തിരുത്തൽ നടപടികളിലേക്ക് CPI പോലുള്ള ഇടത് പാർട്ടികൾ കടക്കാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്. മാത്രമല്ല വിമതർ ഉയർത്തിയ പ്രശ്നങ്ങൾ, അവരുന്നയിച്ച ആരോപണങ്ങൾ, വിമർശനങ്ങൾ, ഇപ്പോൾ കുഞ്ഞികൃഷ്ണനൊക്കെ പറഞ്ഞതുപോലെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലെ തലക്കെട്ട് പോലെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ പാർട്ടിക്ക് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്ന സ്ഥിതിവിശേഷത്തെ അത്ര ഗൗരവത്തിൽ വിലയിരുത്താൻ CPIMന്റെ നേതൃയോഗത്തിൽ സാധ്യമാകുമോ? എന്താണ് ശ്രീജിത്തിന്റെ ഒരു ഇത് സംബന്ധിച്ച് ശ്രീജിത്തിന് പറയാനുള്ളത്? അതോടൊപ്പം തന്നെ CPIയുടെ യോഗങ്ങളെ കുറിച്ചും, കാരണം ബിനോയ് വിശ്വത്തിനെതിരെയുള്ള വിമർശനങ്ങളും ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. CPIMന്റെ സംസ്ഥാന നേതൃത്വത്തിന് ഈ തോൽവിയിൽ വലിയ പങ്കുണ്ട്. ഈ തോൽവിയിൽ പ്രധാന പങ്ക് വഹിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനോടുള്ള ഒരു എതിർവികാരമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. എന്നാൽ അത്തരമൊരു എതിർവികാരമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് നയിച്ചത് എന്ന കാര്യം തുറന്നു പറയാൻ എത്ര പേർ CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തയ്യാറാകും എന്നതാണ് ചോദ്യം. മാത്രമല്ല പിണറായി വിജയൻ തന്റെ ഇഷ്ടാനിഷ്ടം ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം ഒപ്പീസ് ചൊല്ലിയ അല്ലെങ്കിൽ അതിനെല്ലാം ഓശാന പാടിയ ആ നേതൃത്വമാണ് കേരളത്തിലെ CPIM നേതൃത്വം. അപ്പോൾ പിണറായി വിജയന് മാത്രമല്ല പിഴവ്, മറിച്ച് പിണറായി വിജയനെ യഥേഷ്ടം
അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ വിട്ട CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിനും സംസ്ഥാന സമിതിക്കും ഈ തോൽവിയിൽ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ തങ്ങൾ കൂടി പങ്കാളിയായ ഒരു കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ ഒരു കുറ്റത്തിൽ എങ്ങനെയാണ് അവർ ശരിയായ ഒരു നിരീക്ഷണത്തിലേക്ക്, ശരിയായ ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുക എന്ന ചോദ്യമുണ്ട്. അല്ലെങ്കിൽ സ്വയം വിമർശനത്തിന്, കമ്മ്യൂണിസ്റ്റ് തത്വങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു സ്വയം വിമർശനത്തിന്, വളരെ മാതൃകാപരമായ ഒരു നീക്കത്തിന് അവർ തയ്യാറാക്കണം. അങ്ങനെ ഒരു നീക്കത്തിന് CPIM നേതൃത്വവും CPI നേതൃത്വവും തയ്യാറായില്ലെങ്കിൽ ഈ മുന്നണിയെയും പാർട്ടിയെയും കാത്തിരിക്കുന്നത് വലിയ തോതിലുള്ള തിരിച്ചടികളായിരിക്കും. കാരണം BJP ഇപ്പോൾ തന്നെ കേരളത്തിൽ ശക്തമായ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. വോട്ട് ഷെയറിലൊക്കെ തന്നെ കുറവുണ്ടെങ്കിൽ പോലും BJPയെ സ്വീകരിക്കാൻ മടിയില്ലാത്ത ഒരു വോട്ടർമാരായി, ഒരു ജനതയായി കേരളത്തിലെ സമൂഹം പതിയെ പതിയെ വളരുകയാണ്. ബംഗാൾ അടക്കം പിടിച്ചതോടുകൂടി കേരളത്തിലേക്കും തമിഴ്നാട്ടിലേക്കും ഇനി BJP ദേശീയ നേതൃത്വത്തിന്റെ ശ്രദ്ധ കൂടുതൽ ഉണ്ടാകും. ലീഗ് അടക്കം പങ്കാളികളാകുന്ന ഒരു സർക്കാരിലേക്ക് വരുമ്പോൾ വർഗീയ വിഭജനത്തിനും അത്തരത്തിലുള്ള വിമർശനങ്ങൾക്കും ധ്രുവീകരണങ്ങൾക്കും ഒക്കെ ഇടയാക്കുന്ന തരത്തിലുള്ള ഇടപെടലുകളുമായി BJP കൂടി കളനിറയുമ്പോൾ ആത്മപരിശോധനയ്ക്ക് CPIM തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി, രാഷ്ട്രീയ തിരിച്ചടിയായിരിക്കും കാലം വെക്കുക. ശ്രീജിത്ത്, ഒരു ഒറ്റ കാര്യം കൂടി, അതായത് ഇതിന്റെ മുഴുവൻ വിമർശനങ്ങളും പിണറായി വിജയൻ ഒറ്റയ്ക്ക് നേരിട്ടാൽ മതിയോ, അതോ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും ഇതൊക്കെ നേരിടേണ്ടി വരില്ല? പ്രത്യേകിച്ച് തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ വിജയിച്ച ശേഷം നടത്തിയ പ്രതികരണത്തിൽ എങ്ങനെയാണ് ഈ പാർട്ടി സംവിധാനത്തെ, അദ്ദേഹം പറഞ്ഞത് വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം ഉപയോഗിക്കുമ്പോൾ അത് അതിലെ ജനാധിപത്യം, ഉൾപാർട്ടി ജനാധിപത്യം നഷ്ടപ്പെടുന്നു, അങ്ങനെ അതൊരു ഫാഷിസ്റ്റ് സംഘടനയായി, സംവിധാനമായി മാറുന്നു എന്ന കടുത്ത വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഗോവിന്ദൻ മാസ്റ്ററുടെ നേതൃത്വത്തിനെതിരെയാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയില്ലേ? ഗോപികൃഷ്ണൻ, CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അത്തരമൊരു കാര്യമായ വിമർശനത്തിന് സാധ്യതയുണ്ടോ എന്ന കാര്യം സംശയമാണ്. കാരണം ഈ CPIMന്റെ സംഘടനാ രീതി അനുസരിച്ച് സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക പട്ടിക ഉണ്ടാക്കുന്നത്. ആ പ്രാഥമിക പട്ടിക ഉണ്ടാക്കിയപ്പോൾ തളിപ്പറമ്പിൽ MV ഗോവിന്ദന്റെ ഭാര്യയും ജില്ലാ കമ്മിറ്റി അംഗവുമായ PK ശ്യാമളയുടെ പേര് ഉയർന്നു വന്നു. ആ ഘട്ടത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ആരുടെ സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിനെ നയിച്ച P ജയരാജൻ അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ, അതായത് PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ഉന്നയിച്ചു. അതിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു. എന്നാൽ അത്തരത്തിലുള്ള മുതിർന്ന നേതാക്കൾ ചൂണ്ടിക്കാണിച്ച ആശങ്കകളെ നിരാകരിച്ചുകൊണ്ടാണ് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവുമായി മുന്നോട്ട് പോയത്. പിന്നീട് തളിപ്പറമ്പ് മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്തപ്പോൾ അവിടെ 46 അംഗ കമ്മിറ്റിയിൽ ഏതാണ്ട് 43 പേരോളം ഈ സ്ഥാനാർത്ഥിത്വത്തെ എതിർത്തു എന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. ആ ഘട്ടത്തിൽ അങ്ങനെ മണ്ഡലം കമ്മിറ്റിയുടെ അടക്കം എതിർപ്പ് അവഗണിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിയുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പിന്നീട് ഇതിന് അന്തിമ അപ്രൂവൽ കൊടുക്കുന്നത് CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. അവിടെ MV ഗോവിന്ദൻ മാത്രമല്ല, ബാക്കി 16-17 ആളുകളുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അടക്കമുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർക്കല്ല, MV ഗോവിന്ദന് മാത്രമല്ല അക്കാര്യത്തിൽ ഉത്തരവാദിത്തം, അദ്ദേഹത്തിന് മാത്രം പിഴവല്ല, മറിച്ച് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ആകെ പിഴവാണ് എന്നതാണ് വസ്തുത. ആ വസ്തുത ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വിമർശനത്തിന് സെക്രട്ടേറിയറ്റ് തയ്യാറാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തായാലും ഗോപി, ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായുള്ള മാറ്റമല്ല, അങ്ങനെ ഒന്നും ഇനി ജനങ്ങളോട് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല. അപ്പം അതിനുള്ള കൃത്യമായ കാരണങ്ങൾ കണ്ടെത്തണം, പഠിക്കണം, പരിശോധിക്കണം, തിരുത്തണം. ഷിന പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അതായത് ജനങ്ങൾ ഒരു സന്ദേശം ഈ തെരഞ്ഞെടുപ്പിലൂടെ, ജനവിധിയിലൂടെ നൽകിയിട്ടുണ്ട്. ആ സമയത്ത് സന്ദേശം എന്ന സിനിമ വീണ്ടും ഒരു ട്രെൻഡായി മാറിയിരിക്കുന്നു. ഇപ്പോൾ 24ന്റെ തന്നെ സ്ക്രീനിൽ കണ്ടിരിക്കുന്ന പല ക്യാപ്ഷനുകളും സന്ദേശം എന്ന സിനിമയെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതിലെ ഡയലോഗുകളാണ് ഇപ്പോൾ ക്രിസ്റ്റീന പറഞ്ഞത് ഉൾപ്പെടെ. ഏതായാലും സന്ദേശം ഓരോ രാഷ്ട്രീയ ഘട്ടങ്ങളിലും, ഓരോ രാഷ്ട്രീയ തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയ അനുഭവങ്ങളിലും ഒക്കെ സന്ദേശത്തിലെ ഡയലോഗുകളും അതിലെ സന്ദർഭങ്ങളും ഒക്കെ വീണ്ടും ഒരിക്കൽ കൂടി പ്രസക്തമാകുന്നു എന്നതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.